ഗുഡ് മോർണിംഗ് ഓൾ. ആദ്യമായിട്ട് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് നമുക്കിന്നുള്ളത്. വ്യാഴാഴ്ച ദിവസം പ്രധാനമായിട്ടും ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ കാത്തിരുന്നത് US നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളായിരുന്നു. ജെറോം പവൽ ഈ തവണ ട്രംപിൻ്റെ ആ ഒരു പ്രഷറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമോ എന്നുള്ളൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. എന്നാൽ ജെറോം പവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും തന്നെ കട്ട് ചെയ്യാൻ നിന്നില്ല, സ്റ്റഡി ആയിട്ട് നിർത്തി, വർദ്ധിപ്പിച്ചുമില്ല. എന്നാൽ എക്കണോമിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ നൽകി. എക്കണോമി സ്ട്രോങ് ആണ്, ജോബ് മാർക്കറ്റ് സ്ട്രോങ് ആണെന്നുള്ള ഒരു കമൻറ്റ് അദ്ദേഹം നൽകി. അതിനെ തുടർന്ന് US മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ഇന്നലെ ക്ലോസ് നടത്തിയത്. കൂടാതെ ട്രംപ് ഈ ഒരു ചിപ്പ് നിർമ്മാണ കമ്പനികൾക്ക് ഒരു എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരുന്നു. പ്രധാനമായിട്ടും ചൈനയിലേക്ക് ചിപ്പ് പോകരുത് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഒരു അജണ്ട. ഓൾറെഡി ചൈനയുമായിട്ട് ട്രേഡ് ടോക്കുകളെല്ലാം തന്നെ നടക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ചിപ്പ് നിർമ്മാണ കമ്പനീസിനെല്ലാം തന്നെ റെസ്ട്രിക്ഷൻ അത് റെലവൻ്റ് അല്ല എന്നുള്ള കാരണം കൊണ്ട് ആ ഒരു റെസ്ട്രിക്ഷൻ നീക്കി. അത് NVIDIA പോലെയുള്ള IT കമ്പനീസിന് അത് ഗുണകരമായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു മേജർ ഡെവലപ്മെൻറ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ. അതിനോടൊത്ത് തന്നെ ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബോർഡർ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇന്നലെ നമ്മുടെ FIIസും DIസും രണ്ടുപേരും നെറ്റ് ബയേഴ്സായിരുന്നു. അതും 2500 കോടി രൂപക്ക് അടുത്താണ് ഇരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയിട്ടുള്ളത്. ഇനി ഇന്നത്തെ ദിവസം നിഫ്റ്റിയുടെ എക്സ്പയറി ആണെന്ന് മാത്രമല്ല ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഏഷ്യൻ പെയിൻറ്റ്, ബ്രിട്ടാനിയ, ദിലീപ് ബിൽഡ്കോൺ, ടൈറ്റൻ തുടങ്ങിയ മുൻനിര ഇൻഡെക്സ് ഹെവി വെയ്റ്റ് കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ട്രായുടെ പുതിയ റിപ്പോർട്ട് വന്നു. ജിയോ എല്ലാം തന്നെ 21 ലക്ഷം പുതിയ സബ്സ്ക്രൈബേഴ്സിന് ആഡ് ചെയ്തു. എയർടെൽ 12 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് ആഡ് ചെയ്തു എന്നുള്ളതാണ് ഉള്ള ന്യൂസ്. ഇനി കുറച്ച് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് നോക്കാം. താഴെ കാണാം US VIX 5% കൂൾ ഡൗൺ ആയി 20, നാസ്ഡാക്ക് പോസിറ്റീവ്, ഡോ പോസിറ്റീവ്, യൂറോപ്യൻ മാർക്കറ്റ് 3 നെഗറ്റീവ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പൊതുവേ പോസിറ്റീവാണ്. US ഫ്യൂച്ചർ എന്നാൽ ഫ്ലാറ്റാണ്. ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് ഗോൾഡ് $3,395 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബിറ്റ്കോയിനും 98,000 എന്ന റേഞ്ച് മറികടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഇത് വാർത്തകൾ മാത്രമാണ്. അതിന് മുമ്പായിട്ട് അപ്സ്റ്റോക്ക് ഇന്ത്യയുടെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ഓപ്ഷനൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഫാർ OTമെല്ലാം തന്നെ അവൈലബിൾ ആണ്. ചിലവ് കുറവാണ് അപ്സ്റ്റോക്ക്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പണിംഗ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ആദ്യം സ്റ്റോക്കിൻ്റെ വാർത്തയിലുള്ളത് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 9,604 കോടി രൂപയാണ് ഇവർ കരസ്ഥമാക്കിയത്. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ മികച്ച റിസൾട്ടാണെന്നുള്ളതാണ് പൊതുവെ സ്ട്രീറ്റ് എസ്റ്റിമേഷൻ വന്നിട്ടുള്ളത്. ഡാബർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 312 കോടി രൂപയാണ്. 329 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ചെറിയ തോതിൽ കുറഞ്ഞു. യുണൈറ്റഡ് ബിവറേജ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ബ്ലൂ സ്റ്റാർ കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 20% നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തി. സൊനാറ്റ സോഫ്റ്റ്വെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം ഒരു 3% ഒരു കുറവാണ് റിപ്പോർട്ട് ചെയ്തത്. സോമനി സെറാമിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 30% കുറവാണ് റിപ്പോർട്ട് ചെയ്തത്. സിംഫണി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 64% ഉയർന്നു. ടാറ്റ കെമിക്കൽ കമ്പനി നെറ്റ് ലോസാണ് കമ്പനി ഉള്ളത്, 56 കോടി രൂപ ലോസ്. പക്ഷേ കമ്പനി കഴിഞ്ഞ തവണ 800 കോടി രൂപ ലോസ് ഉണ്ടായിരുന്നു, ലോസ് കുറച്ചു കമ്പനി. വോൾട്ടാസ് കമ്പനി 116 നിന്ന് 240 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. നിവാബൂപ്പ കമ്പനി 160 നിന്ന് 206 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഓവം ഇൻഫ്ര കമ്പനി 129 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സോളക്സ് എനർജി കമ്പനി 451 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.